ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम
ഇന്ന് മുരളി ഡേറ്റ് 5/3/2026, 5/3. ഇന്ന് സദ്ഗുരുവാറാണ്. മുരളിയുടെ സാരം: മധുരസന്താനങ്ങളെ, ബാക്കോ ജ്ഞാനിത്വ ആത്മാ ബച്ചേ ഹി പ്രിയ ഹെ. ബാബയ്ക്ക് ജ്ഞാനിത്വ ആത്മാക്കളായ കുട്ടികളാണ് ഇഷ്ടം. ശ്രീമദ് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഹേ അർജുന, എനിക്ക് കർമ്മസന്യാസിയേക്കാൾ ജ്ഞാനിത്വ ആത്മാവിനെയാണ് ഇഷ്ടം എന്ന്. കർമ്മത്തെ സന്യസിച്ചിട്ട് കുടുംബവും വീടൊക്കെ വിട്ടിട്ട് കാട്ടിപ്പോടാനേക്കാൾ എനിക്കിഷ്ടം ഗൃഹസ്ഥത്തിൽ ജീവിച്ചുകൊണ്ടും എല്ലാറ്റിനോടും വിരക്തിയുള്ളവരായിട്ട് ആധ്യാത്മിക സാധനയിൽ ശ്രദ്ധ ഫോക്കസ് ചെയ്ത്, പുരുഷാർത്ഥത്തിൽ ശ്രദ്ധ ഫോക്കസ് ചെയ്ത് പുരോഗമിക്കുന്നവരെയാണ് എനിക്ക് ത്യജിച്ചിട്ട് കാട്ടിപ്പോടാനേക്കാൾ ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബാബ ഇന്നത്തെ മുറിയിൽ അതാ പറയുന്നത്, ജ്ഞാനിത്വ ആത്മാക്കളെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ബാബയ്ക്ക് സമാനം ജ്ഞാനസാഗരമാകും. അതുകൊണ്ട് ബാബയ്ക്ക് സമാനം ജ്ഞാനസാഗരമാകും. ശിവബാബയ്ക്ക് ശരിക്കും എല്ലാവരും ഇഷ്ടം തന്നെയാണ്. ഗൃഹത്തിലുള്ളവർ ഇഷ്ടമാണ്, സമർപ്പണമായിട്ടുള്ളവർ ഇഷ്ടമാണ്. സമർപ്പണമായിട്ടുള്ളവരും തന്നെ എല്ലാം ഇട്ടിട്ട് കർമ്മങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞോടുകയല്ലല്ലോ, അവർക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് ബാബ. സോ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടും ആധ്യാത്മിക പുരോഗമനം കൈവരിക്കണം. അതാണ് ജ്ഞാനിത്വ ആത്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനസാഗരമാകണം. ജ്ഞാനത്തിൻ്റെ ഓരോ പോയിൻറ്റും വേണ്ട സമയത്ത് സംയോജിതമായിട്ട് ഉപയോഗിച്ചിട്ട് അനുഭവമാക്കി മാറ്റണം, ഗുണങ്ങളാക്കി ശക്തികളാക്കി ആത്മാവിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യണം. അവരാണ് ജ്ഞാനിത്വ ആത്മ. ഇന്നത്തെ മുറിയുടെ ചോദ്യം: കല്യാണകാര്യ യുഗത്തിൽ ബാബ എല്ലാ കുട്ടികൾക്കും എന്ത് സ്മൃതിയാണ് നൽകുന്നത്? അല്ലേത് പുരുഷോത്തമ കല്യാണകാരി സംഗമയുഗമാണ്. നമ്മുടെ മംഗളം ചെയ്യണം. മറ്റിത്രയും ജന്മം പോലെ നമുക്ക് സത്യത്രേതയുഗത്തിൽ പാപമൊന്നും ചെയ്യുന്നില്ലെങ്കിലും ആധ്യാത്മിക സമ്പാദ്യം അവിടെ ഇല്ലല്ലോ, ഈശ്വരനെ അറിയില്ല. അവിടെ കർമ്മം ന്യൂട്രലാണ്, പുണ്യമല്ല പാപമല്ല. പാപം ചെയ്യുന്നില്ല വെച്ചാൽ ദുർഗുണങ്ങളില്ല, വികാരങ്ങളില്ല. ബാബയുടെ ഓർമ്മയില്ലാത്തതുകൊണ്ട് പുണ്യമല്ല, അതുകൊണ്ട് അകർമ്മമാണ്. ദ്വാപര കലിയുഗം തൊട്ടിട്ട് വികർമ്മമാണ്. സത്യത്തിൽ വികർമ്മം ഇല്ലെങ്കിലും അകർമ്മമാണെങ്കിലും നിയമം അനുസരിച്ചിട്ട്, സൃഷ്ടിയുടെ നിയമം അനുസരിച്ചിട്ട് ശക്തി ക്ഷയിക്കണം. ആത്മാവ് ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 കലകളിൽ നിന്ന് 14 കലയായി. ത്രേതായുഗത്തിൻ്റെ അവസാനമ്പോഴേക്കും 9 കലയായി. അങ്ങനെ ശക്തി ക്ഷയിക്കുകയാണ്. ഇതാണ് കല്യാണകാര്യ യുഗം. അപ്പോൾ ബാബ ഈ കല്യാണകാര്യയുഗത്തിൽ എന്ത് സ്മൃതിയാണ് നമുക്ക് തരുന്നത്? വളരെ മുഖ്യമാണത്. ആത്മീയോന്നമനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള രഹസ്യമാണ് ബാബ ഇന്നത്തെ മുറിയിൽ നമ്മൾക്ക് ക്ലിയറാക്കി തരുന്നത്. എന്താ ചെയ്യേണ്ടത്? ബാബ എന്ത് മറുപടി പറയണമെന്ന് നോക്കാം. ബാബ പറയണ: എൻ്റെ ഓമന സന്താനങ്ങളെ, നിങ്ങൾ സ്വന്തം ഗൃഹത്തെ വിട്ടിട്ട് 5000 വർഷം കഴിഞ്ഞിരിക്കുന്നു. അല്ല, വീട്ടിൽ നിന്ന് ബാബയുടെ നിന്ന് കാണാണ്ട് പോയിട്ട് 5000 വർഷമായി. ബാബയിൽ നിന്ന് അകന്നിട്ട് 5000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 5000 വർഷങ്ങളിൽ നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തു. ഓർക്കാനും ചാൻസേ ഇല്ല. പരന്താമത്തെ ഓർമ്മിക്കാനോ സത്യവത്തെ ഓർമ്മിക്കാനോ 84 ജന്മങ്ങൾ എടുത്തത്. ഈ 5000 വർഷത്തിൽ നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തു. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. വാനപ്രസ്ഥ അവസ്ഥയാണ്. ആത്മാവിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയാണിത്. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നതിന് തയ്യാറാകൂ. വീട്ടിലേക്ക് മടങ്ങണമെങ്കിൽ പവിത്രാവണം. അപ്പോൾ യോഗ ചെയ്തിട്ട് 63 ജന്മങ്ങളിലെ വികർമ്മങ്ങളെ വിനാശാക്കണം. പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും തിരിച്ചിങ്ങോട്ട് വരണ്ടേ. അപ്പോൾ എല്ലാ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നവും സമ്പൂർണ്ണമാവണം. എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. എല്ലാ കർമ്മക്കണക്കുകളും തീർക്കണം. കർമ്മബന്ധനങ്ങളെല്ലാം പൊട്ടിക്കണം. അതുകൊണ്ടിപ്പോൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറാകും. പിന്നെ നിങ്ങൾ സുഖധാമത്തിലേക്ക് മടങ്ങി വരും.
അതിനുശേഷം നിങ്ങൾ സുഖധാമത്തിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് ഓമനകളെ, നിങ്ങൾ ഗൃഹസ്ഥത്തിൽ തന്നെ ജീവിച്ചോളൂ. ഗൃഹസ്ഥം വിട്ടിട്ട് സന്യസിക്കേണ്ട. ഗൃഹസ്ഥത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം. നിങ്ങൾ ഗൃഹസ്ഥത്തിൽ തന്നെ ജീവിച്ചോളൂ. പക്ഷേ ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി അച്ഛനെ ഓർമ്മിക്കൂ. ഇന്നത്തെ ഗീതം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു അഗ്നി ഉത്ഭവിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റെല്ലാ മൃഗങ്ങളും ജീവജാലങ്ങളൊക്കെ അഗ്നി കണ്ടാൽ പേടിച്ചിട്ട് ഓടും. പക്ഷേ ഈയാമ്പാറ്റ ആകർഷിക്കപ്പെടും. ഈയാമ്പാറ്റകളായ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി. അതാണ് ഇന്നത്തെ ഗീതം. അല്ലേ? നമ്മൾ ശിവബാബയിൽ ആകർഷിക്കപ്പെട്ട് ബാബയെ വലം വെച്ച് ബാബയിൽ സ്വാഹാകണ ഈയാമ്പാറ്റകളാണ്. എത്ര വലിയ സൊമാനം അതല്ലേ? വേറെ ഒന്നിനെ നമ്മൾ ആകർഷിച്ചിട്ട് അകറ്റാൻ പറ്റില്ല. ഒരൊറ്റ ഭഗവാന്റെ ആകർഷണത്തിലാണ് നമ്മൾ. ഇന്നത്തെ ധാരണ പോയിൻറ്റ്സ്. ആദ്യത്തെ പോയിൻ്റാണ് യോഗ അഗ്നിയിലൂടെ വികർമ്മങ്ങളെ ഭസ്മീകരിച്ച് പാവനമാകണം. ഇത് വാനപ്രസ്ഥ അവസ്ഥയാണ്. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനായി സമ്പൂർണ്ണ സതോ പ്രധാനാകണം. രണ്ടാമത്തെ പോയിന്റ്, ഈ കല്യാണകാര്യ യുഗത്തിൽ ബാബയ്ക്ക് സമാനം ദുഃഖങ്ങളെ ഹരിച്ച് സുഖം നൽകുന്നവരാകണം. ഇന്നത്തെ മുറിയിലെ മധുരമായ വരദാനം: സദാ കമ്പൈൻഡ് സ്വരൂപത്തെ സ്മരിച്ച് പ്രയാസമേറിയ കാര്യത്തെ സഹജമാക്കുന്ന ഡബിൾ ലൈറ്റ് ഭവ. അതിൻ്റെ വിശദീകരണം: നിരന്തരം ബാബയുടെ ഓർമ്മയിലിരിക്കുന്ന കുട്ടികൾ നിരന്തരം ബാബയോടൊപ്പമാണ് എന്ന് അനുഭവിക്കുന്നു. എന്തെങ്കിലും പരീക്ഷകൾ അവരുടെ മുന്നിൽ വന്നാൽ ജീവിതമാണല്ലോ, സംസാര സാഗരയിൽ അലയടിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? തൻ്റെ കമ്പൈൻഡ് സ്വരൂപത്തെ അനുഭവിക്കുന്നവരാണ്.
തൻ്റെ കമ്പൈൻഡ് സ്വരൂപത്തെ അനുഭവിക്കുന്നവരാണ് അവർ. ഭയപ്പെടാറില്ല. കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതി എത്ര കഠിനമായ കാര്യത്തെയും സഹജമാക്കി പരിവർത്തനപ്പെടുത്തുന്നു. എന്തെങ്കിലും വലിയ കാര്യം നേരിടേണ്ടി വന്നാലും ഭാരം ബാബയെ ഏൽപ്പിച്ച് ഡബിൾ ലൈറ്റ് ആകൂ. അങ്ങനെ പകലും രാത്രിയും മാലാഖകളെ പോലെ മനസ്സുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കൂ. ഇന്നത്തെ മുരളിയിലെ ബാബ നമുക്ക് തന്നിരിക്കുന്ന സ്ലോഗൻ എപ്രകാരമുള്ള കാരണമാണെങ്കിലും അതിന് നിവാരണം കണ്ടെത്തി മറ്റുള്ളവർക്കും നിവാരണം നൽകുന്ന, അവർക്കെന്താ ടൈറ്റിൽ, എന്താ പറയുക, അവരെ മറ്റുള്ളവർക്ക് നിവാരണം നൽകുന്ന സന്തുഷ്ടമണി ഭവ. ഈ മാസത്തെ അവ്യക്ത സൂചനയാണ്. നിശ്ചയമാകുന്ന അടിത്തറയെ സുശക്തമാക്കി നിർഭയവും നിശ്ചിന്തവുമാകൂ. അതിനിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട പോയിന്റ്. ശ്രീമത് പ്രകാരമാണ് ഓരോ ചുവടും വയ്ക്കുന്നത് എങ്കിൽ നിശ്ചിന്തവും സദാ നിശ്ചിത വിജയിയും ആയിരിക്കും. എടുക്കുന്ന ഓരോ തീരുമാനവും യഥാർത്ഥമായിരിക്കും. അതുകൊണ്ട് തന്നെ വിജയം നിശ്ചിതമാണ്. ത്രികാലദർശി ആത്മാവ് സദാ നിശ്ചിന്തരാണ്. എന്തുകൊണ്ടെന്നാൽ
ഞാൻ എന്നോ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന നിശ്ചയം അവർക്കുണ്ട്. ഞാൻ എന്നോ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന നിശ്ചയം അവർക്കുണ്ട്. അച്ഛ, ഓം ശാന്തി. ഇന്ന് സദ്ഗുരുവാറാണ്. 8-ാം തീയതി ബാബ വരുന്ന ദിവസമാണ്, ഞായറാഴ്ച. അപ്പോൾ അന്ന് 5 മണി തൊട്ടിട്ട് സൂരജ് ഭായിയുടെ ക്ലാസ് ഉണ്ട്. പിന്നെ ബാബ മില്ലത്തിൻ്റെ മുരളിയുണ്ട്. നമ്മുടെ ടേണാണ്. അപ്പോൾ കോട്ടയത്തു നിന്നും എല്ലാവരും മധുബനിലാണ്. നിരവധി പേര് ബാബ മില്ലത്തിന് വേണ്ടിയിട്ട് മധുബനിലുണ്ട്. നമ്മുടെ സോണിൽ നിന്ന് നിരവധി പേര് മധുബനിലുണ്ട്. അപ്പോൾ 8-ാം തീയതിയാണ് ബാബ മിലനം. എല്ലാവരും ആ മിലനം ഓൺലൈനിലൂടെ പങ്കെടുക്കണം. ഇന്ന് നമുക്ക് ഈ മാസത്തെ പത്രപുഷ്പം വായിക്കാം. ഈ മാസത്തെ പത്രപുഷ്പത്തിൽ മോഹിനി ദീദി നമുക്ക് എഴുതാണ്. എഴുത്തിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, നിശ്ചയ ബുദ്ധിയായി സദാ നിശ്ചിത സ്ഥിതി അനുഭവിക്കും, സഫലത താനേ ലഭിക്കും. ഈ മാസം പ്രാക്ടീസ് ചെയ്യുന്ന പോയിൻ്റ് തന്നെയാണ് ദീദി ഒന്നും കൂടെ ആഴമായിട്ട് നമുക്കത് വിവരിച്ച് തരുന്നത്. നിശ്ചയബുദ്ധിയായി സദാ നിശ്ചിത സ്ഥിതി അനുഭവിക്കൂ. അപ്പോൾ സഫലത താനേ ലഭിക്കും. 20/2 ദീദി എഴുതിയ ലെറ്ററാണ്. നിമിത്ത ടീച്ചേഴ്സ് സദാ സർവ ബ്രാഹ്മണ കുലഭൂഷണങ്ങളായ ബ്രാഹ്മണ കുലഭൂഷണങ്ങളായ സഹോദരന്മാരെ പ്രതി ശുഭമായ പ്രോത്സാഹനങ്ങൾ. പ്രാണനേക്കാൾ പ്രിയങ്കരനായ അവ്യക്തമൂർത്തിയായിട്ടുള്ള അച്ഛനും അമ്മയും ബാബ് ദാദയുടെ ഏറ്റവും ഓമനകളുമായ സദാ നിശ്ചയ ബുദ്ധി നിശ്ചിത സ്ഥിതി അനുഭവിക്കുന്നവരും ഓരോ ചുവടും ശ്രീമത് പ്രകാരം വയ്ക്കുന്നവരും ആയ നിമിത്ത ടീച്ചേഴ്സ് സഹോദരിമാരെ, ദേശത്തിലും വിദേശത്തിലുള്ള സർവ്വ ബ്രാഹ്മണ കുലഭൂഷണങ്ങളായിട്ടുള്ള സഹോദരിമാരെ നോട്ട് ചെയ്തോളൂ. പ്രാണനേക്കാൾ പ്രിയപ്പെട്ട അവ്യക്തമൂർത്തിയും ആത്മാവിൻ്റെ അച്ഛനും അമ്മയും ആയ ബാബ് ദാദയുടെ ഏറ്റവും ഓമനകളും സദാ നിശ്ചയ ബുദ്ധി നിശ്ചിത സ്ഥിതി അനുഭവിക്കുന്നവരും ഓരോ ചുവടും ശ്രീമത് പ്രകാരം വെച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിമിത്ത ടീച്ചേഴ്സ് സഹോദരിമാരെ, അതിനോടൊപ്പം ദേശത്തിലും വിദേശത്തിലുമുള്ള ബ്രാഹ്മണ കുലഭൂഷണങ്ങളായ സഹോദരിമാരെ, ഈശ്വര സ്നേഹസമ്പന്നമായ മധുരമായ ഓർമ്മകൾ സ്വീകരിച്ചാലും. പിന്നെ ദീദി പറയണ ബാദ് ത്രിമൂർത്തി ശിവജയന്തി കാ പാവൻ പർവ് സബീനെ ഖൂബ് ഉമംഗ് ഉത്സാഹ മനായ. ത്രിമൂർത്തി ശിവജയന്തി എന്ന പാവനമായ ഉത്സവം എല്ലാവരും വളരെ ഉത്സാഹോന്മേഷത്തോടെ ആഘോഷിച്ചു. സബ് തരഫ് സെ ബഹുത് അച്ഛേ സമാചാർ മിൽ രഹേ ഹെ. നാനാഭാഗത്തുനിന്നും വളരെ നല്ല നല്ല ന്യൂസൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മധുബൻ മേ ബി സബി സ്ഥാനോ പർ ശിവ ബാബ ക ധ്വജ് ഫെഹരാത്തെ. മധുബനിലിപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ലേ. താഴെ സംഗം ഭവനുണ്ട്, കഴിഞ്ഞാൽ മ്യൂസിയം ഉണ്ട്, പിന്നെ ശാന്തിവനം, അത് കഴിഞ്ഞാൽ പിന്നെ മാനസരോവരം, ആനന്ദ് സരോവരം, പിന്നെ ഗ്ലോബൽ ഹോസ്പിറ്റൽ അത് മുകളിലാണ്. താഴെ തന്നെ ഒരെണ്ണം ട്രോമ സെൻറ്റർ, ഐ ഹോസ്പിറ്റലുണ്ട് അവിടെ. കഴിഞ്ഞാൽ പിന്നെ ഗ്ലോബൽ ഹോസ്പിറ്റലുണ്ട്, പാണ്ഡവ് ഭവനുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ പോകുന്തോറും ജ്ഞാനസരോവരം, എത്ര സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ എല്ലാം കൊടിയുയർത്തുന്ന പരിപാടിയായിരുന്നു. ശിവ ബാബ കദോജ് ഫരാത്തെ സബ്നെ ഏക് ദോക്കോ ബദായാന്തി. എല്ലാവരും പരസ്പരം ആശംസകൾ അർപ്പിച്ചു.
खूब खुशियाँ मनाई. നന്നായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ശിവരാത്രി ആഘോഷിച്ചു. प्यारे बाप दादा ने भी अपने महावाक्यों में सबको बधाई देते हुए होमवर्क दिया कि बच्चे अब विशेष यदार्थ संकल्पों के व अपनी कमजोरियों के अक के फूल बाबा पर अर्पित करो. അങ്ങനെ ബാബ് ദാദയും തൻ്റെ മഹാവാക്യങ്ങൾ പറയുന്നതിനോടൊപ്പം കുട്ടികൾക്ക് ആശംസകളും അനുമോദനങ്ങളൊക്കെ തന്നു. പിന്നെ ഹോംവർക്കും തന്നു. കുട്ടികളെ നിങ്ങളുടെ വിശേഷിച്ച് നിങ്ങളുടെ വ്യർത്ഥ സങ്കല്പങ്ങളെ, നിങ്ങളുടെ ദൗർബല്യങ്ങളാകുന്ന അരളിപ്പൂവ് ബാബയിൽ സമർപ്പിക്കൂ. तो उसे उसी प्रमाण अटेंशन रख संकल्प के अमूल्य समय और संकल्पों को सफल कर रहे होंगे ना. അങ്ങനെ നമ്മളെല്ലാവരും ബാബ എത്ര ശ്രദ്ധ വയ്ക്കാൻ പറഞ്ഞോ അത്രത്തോളം അറ്റൻഷൻ വെച്ച് സംഗമയുഗത്തിൻ്റെ അമൂല്യമായിട്ടുള്ള സമയം, സങ്കല്പം, ഇത് രണ്ടും ഇപ്പം അമൂല്യമാണ്. അവയെ സഫലമാക്കുന്നുണ്ടല്ലോ അല്ലേ. അഭി മാർച്ച് മഹീനെ മേ ഹോലി കാ പാവൻ പർവ ഹെ. മാർച്ച് മാസത്തിൽ ഹോളിയാകുന്ന പാവനമായിട്ടുള്ള ഉത്സവമാണ്. ഇത് കഴിഞ്ഞല്ലോ, 3-4 ആയിരുന്നു ഹോളി. ഹെബി ബീത്തി സോ ബീത്തി. ഹോളിയെക്കുറിച്ച് ബാബ ഞായറാഴ്ചത്തെ മുരളിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിക്കണം അല്ല. 1-ാം തീയതി മുരളിയിൽ, മാർച്ച് 1 മുരളിയിൽ ഹോളിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആപ്പസ് മേ मंगल मिलन मनाने तथा संपूर्ण पावन बनने की പ്രതിജ്ഞ का बहु सुंदर यादगार पर्व है. അങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വ്യർത്ഥ സങ്കല്പം, കഴിഞ്ഞത് ഓർക്കുന്നത് വെറുതെ വേസ്റ്റ് അല്ലേ, ഒരു പ്രയോജനമില്ലല്ലോ. അങ്ങനെ വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പരസ്പരം നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഇടപെട്ടിട്ട് സമ്പൂർണ്ണ പാവനമായി, ഹോളി എന്ന വാക്കിനർത്ഥം തന്നെ പാവനം എന്നും കൂടിയാണ്, ആകുമെന്ന് പ്രതിജ്ഞ എടുത്തതിൻ്റെ വളരെ മനോഹരമായ ഓർമ്മ ചിഹ്നമാണ്. तो सभी को इस विशेष पर्व की बहुत बहुत हार्दिक बधाई. അങ്ങനെ ഈ വിശേഷ ഉത്സവത്തിൻ്റെയും എല്ലാവർക്കും വളരെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകളും അനുമോദനങ്ങളും. देखो हर मास एक नए विषय पर प्यारे बाप दादा के अव्यक्त इशारे सबके पास भेज रहे हैं. എല്ലാ മാസവും നമുക്കിപ്പം ഏതെങ്കിലുമൊക്കെ പുതിയ ഒരു പോയിൻറ്റിൻ്റെ മേലെ ഒരു മാസം മുഴുവനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദിവസവും നമുക്ക് നല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് മധുവിന് അയച്ചു തരുന്നുണ്ട്. डबल विदेशी भाई बहनें भी अव्यक्ति परिवार से जुड़कर इसका बहुत अच्छा लाभ ले रहे हैं. ദീദി ഫോറിനുള്ള സെൻറ്റേഴ്സിൻ്റെയും കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ഹെഡാണല്ലോ. അല്ലെങ്കിൽ ഫോറിനിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്, സേവ ചെയ്യേണ്ടായിരുന്നത്. ന്യൂയോർക്കിൽ ഫുള്ള് ഓസ്ട്രേലിയയുടെയൊക്കെ ചാർജായിരുന്നു. അപ്പോൾ പറയുന്ന ഫോറിനുള്ളവരും തന്നെ ഈ അവ്യക്ത സൂചനയെ പ്രാക്ടിക്കലാക്കിയിട്ട് ഈ പരിവാരത്തിൻ്റെ കൂടെ ഒപ്പം അവരും പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇതിൻ്റെ നേട്ടെടുക്കുന്നുണ്ട്. ഇസ് മാസ് के लिए प्यारे बाप दादा का विशेष इशारा है कि बच्चे. അതുകൊണ്ട് ഈ മാർച്ച് മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബാബ നമുക്ക് തന്നിരിക്കുന്ന വിശേഷ പോയിൻ്റാണ് നിശ്ചയ ബുദ്ധിയായി സദാ നിശ്ചിന്ത സ്ഥിതി അനുഭവിക്കൂ. जब निश्चय स्थिति में रहकर कोई भी कार्य करेंगे तो सफल जरूर होगा. നിശ്ചയ ബുദ്ധിയായിട്ട് നമ്മൾ എന്ത് ചെയ്താലും തീർച്ചയായിട്ടും വിജയം കിട്ടും. क्योंकि निश्चिंत स्थिति में रहने से बुद्धि यഥാർത്ഥ निर्णय करती है. നിശ്ചയ ബുദ്ധിയാണെങ്കിൽ നിശ്ചിന്തത ഉണ്ടാവും. അപ്പോൾ ബുദ്ധിക്ക് റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും. फिर निश्चय रहता कि हमारी विजय तो हुई पड़ी है. റൈറ്റ് തീരുമാനം എടുത്തവർക്ക് പിന്നെ വിശ്വാസം ഉണ്ടാവും, തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും എന്ന്. വേ കബി ക്യൂ ക്യാ കെ പ്രശ്നോ മേ ഉലझते नहीं है. അവരൊരിക്കലും എന്തുകൊണ്ടാ എന്താ തുടങ്ങിയ ചോദ്യങ്ങളുടെ അലകളിൽ അലയാറില്ല, അലയടിക്കാറില്ല. നിശ്ചയ ബുദ്ധി ബച്ചെ സബി ചിന്താവും സെ പരേ രഹനെ കാരൻ. നിശ്ചയ ബുദ്ധി ആയതുകൊണ്ട് ടെൻഷനേ ഇല്ല, എല്ലാ ടെൻഷൻസിനും ഉപരി ആയതുകൊണ്ട് അവർ ദുഃഖമില്ലാത്ത ചക്രവർത്തികളാണ്. ഉन्हें निश्चय रहता कि हम ईश्वर खजानों के मालिक और परमात्मा के बालिक हैं. അവർക്ക് നല്ല സന്തോഷമുണ്ട്, ഞാൻ ഈശ്വര ഖജനാവിൻ്റെ യജമാനനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശിവബാബയുടെ സന്താനാണ്. ഈശ്വര ഖജാന ഇസ് ജന്മ में तो क्या लेकिन अनेक जन्म साथ हैं और साथ रहेंगे. ഈ ഈശ്വര ജന്മം ഈ ഒരു ജന്മം മാത്രമല്ല, അനേക ജന്മം നമ്മുടെ കൂടെ ഉണ്ടാകും. വർത്തമാൻ തമോ ഗുണി वातावरण में
अनेक प्रकार की समस्याएं आना तो स्वाभाविक है. വർത്തമാന സമയത്ത് തമോ ഗുണ വായുമണ്ഡലത്തിൽ അനേക പ്രകാരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ലേക്കിൻ നിശ്ചയ ബുദ്ധി ത്രികാലദർശി ബച്ചോ കാ കാം ഹെ. അല്ല, എന്താ വെച്ചാൽ കലിയുഗാണല്ലോ, അതുകൊണ്ട് സ്വാഭാവികമാണ്, തമോ ഗുണമാണ് വായുമണ്ഡലം. അതുകൊണ്ട് പക്ഷേ നമ്മൾ നിശ്ചയ ബുദ്ധിയാണല്ലോ, നമ്മുടെ ജോലിയാണ് സമാധാന സ്വരൂപൻ. നമ്മളും ഹിന്ദിയിൽ സമാധാനം വെച്ചാൽ സൊല്യൂഷൻ. നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നവരായിരിക്കണം. പ്രശ്നം എന്ന് പറഞ്ഞ് ചിന്തിച്ച് അതിങ്ങനെ വർണ്ണിച്ച് നടക്കുന്നവരല്ല. നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നവരാകണം. പ്രശ്നങ്ങളും മായയുടെ തന്നെ സ്വരൂപമാണ് അല്ലേ. ദൗർബല്യം ഉണ്ടെങ്കിലല്ലേ പ്രശ്നം വരുന്നത്. ആരുടെ ജീവിതത്തിലെ പ്രശ്നമാണെങ്കിലും അത് അവരുടെ തന്നെ ദൗർബല്യം കാരണമാണ് വരുന്നത്. മറ്റുള്ളവരുടെ ദൗർബല്യം നമ്മളെ ബാധിക്കില്ല. നമ്മുടെ ദൗർബല്യമാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ദൗർബല്യങ്ങൾ എന്താ പറയുക, മായ. അതുകൊണ്ട് പ്രശ്നങ്ങൾ മായ തന്നെയാണ്. നിങ്ങൾ മായയ്ക്ക് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാമ്നാത്തോ കരേകി. ചാലഞ്ച് ചെയ്തവരോട് തീർച്ചയായിട്ടും ഏറ്റുമുട്ടാൻ വരും. നമ്മൾ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അവർ നമ്മുടെ അടുത്ത് ഏറ്റുമുട്ടാൻ വരുമല്ലോ. പക്ഷേ നിങ്ങളെല്ലാവരും നിശ്ചയ ബുദ്ധി വിജയി എന്ന സ്വരൂപം ഉപയോഗിച്ചിട്ട് നത്തിങ് ന്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ദുഃഖമില്ലാത്ത ചക്രവർത്തിയായിട്ട് തരണം ചെയ്യൂ. बोलो मीठे मीठे भाई बहने, ऐसे प्यारे ब्रह्मा बाप के സമാൻ ബേഫിക്കർ ബാദഷാക്കി സ്ഥിതിക്ക് അനുഭവം करते हो ना. അപ്പോൾ പറയൂ, എൻ്റെ മധുരമധുരമായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ബ്രഹ്മ ബാബയെ പോലെ ദുഃഖമില്ലാത്ത ചക്രവർത്തി എന്ന അവസ്ഥ അനുഭവിക്കുന്നുണ്ടല്ലോ അല്ലേ. അബി ബാബ അപ്പനെ ബച്ചോं को ऐसा बेफिक्र देखना चाहते हैं. അങ്ങനത്തെ ദുഃഖമില്ലാത്ത അവസ്ഥയിൽ കുട്ടികളെ കാണാനാണ് ബാബ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ബാക്കി മധുബൻ ബാബ് ദാദാ ഭൂമി മേ സദാ ഹി ബാബ കെ ബച്ചോं की रिमझिम है. പിന്നെ മധുബനിൽ ബാബ് ദാദയുടെ ഭൂമിയിൽ എപ്പോഴും കുട്ടികളാണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ കാരണം പറ്റ് ജ്ഞാനം ഉള്ളവരും മറ്റ് കോൺഫറൻസിനൊക്കെ പങ്കെടുക്കുന്നവരും ശിബിരത്തിൽ പങ്കെടുക്കാൻ വരുന്നവരും ബാബ മില്ലത്ത് വരുന്നവരും ബട്ടിക്ക് വരുന്നവരും അങ്ങനെ ഫുൾ വർഷം ടൈറ്റാണ് പ്രോഗ്രാംസ് അല്ലേ. ചിലർക്ക് ചോദിക്കുമ്പോൾ സ്ഥലവുമില്ല സമയമില്ല എന്ന് പറയാറ്. അത്ര ടൈറ്റാണ്, എല്ലാ കോംപ്ലക്സും ടൈറ്റാണ്. അങ്ങനെ സദാ കുട്ടികളുടെ തിളക്കമാണ്. ഇപ്പോൾ നാലാഭാഗത്തും സേവകയ്ക്ക് നിമിത്തമായിട്ട് ഡബിൾ ഫോറിനിൽ സഹോദരന്മാരും മധുബനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ. മധുബനിൽ വരുമ്പോഴാണ് അവർ ബാബ മില്ലത്തിനോടൊപ്പം ബട്ടിയും ചെയ്യും. മാസക്കണക്കിന് അവർ വരുന്നത്. നിരവധി പേര് ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് വരാറ്. എന്നിട്ട് മാസക്കണക്കിന് ബട്ടി ചെയ്യും. അവരെല്ലാവരും ഒന്നിച്ച് കൂടുന്നത് ഈ സമയത്താണല്ലോ, മില്ലത്തിൻ്റെ സമയത്താണല്ലോ. അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ ദൂര ദേശങ്ങളിലല്ലേ. എല്ലാ നാട്ടുകാരും ഇത്രയും 143 രാജ്യങ്ങളിലെ നാട്ടുകാരെല്ലാവരും അവർ പ്ലാൻ ചെയ്തിട്ട് അടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഒരുമിച്ചാണ് വരാറ്. എന്നിട്ട് അവിടെ എന്ത് സേവ ചെയ്യണം എന്ന പ്ലാനൊക്കെ അവർ അപ്പോഴാണ് ചെയ്യണത്. डबल विदेशी भाई बहनें मधुबन पहुंच रहे हैं. हम और जयंती बहन तथा विदेश की सभी निमित्त बड़ी बहनें व भाई मधुबन में पहुंच गए हैं. അപ്പോൾ ദീദി പറയാണ്, മോഹിനി ദീദിയും ജയന്തി ബഹനും അങ്ങനെ വിദേശത്തിലുള്ള വലിയ സീനിയറായിട്ടുള്ള സമർപ്പണമായിട്ടുള്ള സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവണമല്ലോ, എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ ബാബയെ പ്രത്യക്ഷമാക്കണം എന്ന സങ്കല്പത്തിൻ്റെ ഉത്സാഹോന്മേഷവും സദാ ഉണ്ടാവാറുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചേർന്ന് ആ കർത്തവ്യം നിറവേറ്റുകയും ചെയ്യും. पूरा वर्ष के लिए 100 उन्नति और सेवा के प्लान बनाएंगे. മുഴുവൻ വർഷത്തേക്ക് വേണ്ട 100 ഉന്നതിക്കുള്ള പ്ലാനും ബട്ടിയുടെ പ്രോഗ്രാം വയ്ക്കാറുണ്ട്. ലണ്ടനിൽ ഹക്കിംഗ്ഹാം പാലസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഹക്കിംഗ്ഹാം പാലസ്. അവിടെ കുറേ റൂംസും കുറേ ഹാളുകളിലും കുറേ ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ്. അവിടെ എപ്പോഴും ബട്ടിയും സേവയുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ കോണ്ടിനെൻറ്റിലും എല്ലാ ഭൂഖണ്ഡത്തിലും റിട്രീറ്റ് സെൻ്റർ ഉണ്ട്. അവിടെയും കോൺഫറൻസും ബട്ടി പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്ലാൻ തയ്യാറാക്കാനായിട്ടാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. സാസാത് യോഗ തപസ്യ ബി കറേങ്കെ, അതോടൊപ്പം യോഗ തപസ്സിൻ്റെ പ്രോഗ്രാമും നമ്മൾ ചെയ്യാം എന്ന്. അല്ലെ, മധുബനിലുള്ളപ്പോഴും അവർ തപസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്, യോഗത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അച്ഛാ സബീക്കോ ബഹുത് ബഹുത് യാദ്. എല്ലാവർക്കും വളരെ 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 സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ. ഈശ്വര്യ സേവാമേ ബ്രഹ്മകുമാരി മോഹിനി മുഖ്യ പ്രശാസിക ബ്രഹ്മകുമാരീസ്. ബ്രഹ്മകുമാരീസ് സംഘടനയുടെ
ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് മോഹിനി ദീദി. നമുക്കിന്ന് പ്രകാശ് മണി ദാദയുടെ ക്ലാസ് കേൾക്കാം. ക്ലാസ്സിൻ്റെ സാരം: ലൈറ്റ് ബൻ, ലൈറ്റ് की दुनिया में रहने का अभ्यास करो. ഹെഡിങ് നോട്ട് ചെയ്തോളൂ. ലൈറ്റായി ലൈറ്റിൻ്റെ ലോകത്തിൽ ജീവിക്കുന്നത് അഭ്യസിക്കൂ. ലൈറ്റിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് അഭ്യസിക്കൂ. അപ്പോൾ ഞാനെന്ന ഭാവം താനേ സമാപ്തമാകും. പ്രകാശ് പണ്ഡിതർ എപ്പോഴും എണ്ണമിട്ടിട്ടാണല്ലോ കാര്യങ്ങൾ പറയാറ്. ആദ്യത്തെ പോയിന്റ് ആദ്യം പറയാണ്. ബാബ कहते मैं आया हूँ तुम बच्चों को अपने समान विदेही बनाने. അല്ലേ ബാബ എന്താ പറയാറ്? ഞാൻ എപ്പോഴും ബാബ 5000 വർഷം അവിടെ ശാന്തമായിട്ടിരിക്കുക, മിണ്ടാറേയില്ല. സങ്കല്പങ്ങൾ പോലും ബാബയ്ക്കില്ല 2 യുഗങ്ങളിൽ. ദ്വാപരം തൊട്ടിട്ട് കുട്ടികളുടെ സങ്കല്പം ബാബ അടുത്തെത്തുമ്പോൾ ബാബ അതിന് റെസ്പോൺസ് കൊടുക്കും. ഇവിടെ വരുമ്പോഴാണ് ബാബ സംസാരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ബാബ പറയുന്നത്, ഞാൻ മൗനത്തിൽ നിന്ന് ശബ്ദത്തിലേക്ക് വന്നത് നിങ്ങളെ ശബ്ദത്തിൽ നിന്ന് മൗനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ബാബ നിരാകാരിയാണ്. നിരാകാരിയിൽ നിന്ന് ബാബ സാകാര ബ്രഹ്മ ബാബയുടെ ദേഹത്തിലേക്ക് വന്നത് നമ്മളെ സാകാരത്തിൽ നിന്ന് നിരാകാരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് നമ്മളെ വിദേഹിയാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ വന്നത്. കുട്ടികളെ, അതുകൊണ്ട് ഞാൻ എന്ന ഭാവത്തെ ത്യജിക്കൂ. എവിടെയാണോ ഞാനെന്ന ഭാവം ഉള്ളത് അവിടെയൊക്കെ ബാബ ബാബ എന്ന് പറയൂ. ഹം നിമിത്ത്, ഞാൻ നിമിത്തം മാത്രമാണ്. തീസ്ര, അപ്പനെ ക്യാരക്ടേഴ്സ് പെർ ധ്യാൻ ദോ. അതുകൊണ്ട് ഒന്ന് വിദേഹിയാകണം, രണ്ടാമത് ഞാനെന്ന ഭാവത്തെ ത്യജിക്കണം, മൂന്നാമത് സ്വഭാവ സംസ്കാരത്തെ ശ്രദ്ധിക്കൂ. ക്യോങ്കി തുമേ ദേവതാ ബൻ സ്വർഗ്ഗ കാ മാലിക് ബന്നാ ഹെ. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ദേവതയായിട്ട് സ്വർഗത്തിൻ്റെ ചക്രവർത്തിയാണ് ആകേണ്ടത്. അപ്പോൾ അതിന് തകുന്ന സംസ്കാരം ഇപ്പോൾ ധാരണ ചെയ്യണം. അതുകൊണ്ട് ക്യാരക്ടറിൻ്റെ മേലെ ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ പോയിന്റ് ദാദി പറയാണ്. എന്താണ് ഇന്നത്തെ ദാദി പറഞ്ഞ ദാദിയുടെ ക്ലാസ്സിൻ്റെ സാരം എന്താ? നമ്മൾ ലൈറ്റിൻ്റെ ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് അഭ്യസിക്കണം. അപ്പോൾ ഞാനെന്ന ഭാവം താനേ ഇല്ലാണ്ടാവും, അല്ലേ? അതിന് രണ്ടാമത്തെ പോയിന്റ് ദാദി പറയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ചെക്ക് ചെയ്യൂ, എൻ്റെ മനസ്സിൽ എത്രത്തോളം ശുദ്ധ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ സങ്കല്പം ഉണ്ടാകുന്ന ഓരോ സങ്കല്പം ശുദ്ധമാണല്ലോ, അല്ലേ? കഹാൻ തക് ഹം മൻ കാ മാലിക് രാജാബൻ മൻ വജീർ കോ ബാക്കായത് ശുദ്ധ സങ്കല്പമേ. എത്രത്തോളം ഞാൻ മനസ്സിൻ്റെ രാജാവായിട്ട്, ആത്മാവാണല്ലോ രാജ, മനസ്സ് മന്ത്രിയല്ലേ, രാജാവായിട്ട് മന്ത്രിയാകുന്ന മനസ്സിനെ നിയമം അനുസരിപ്പിക്കണം മനസ്സിനെ കൊണ്ട്. എന്നിട്ട് ശുദ്ധ സങ്കല്പങ്ങൾ രചിക്കണം, മനനം ചിന്തനം ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ? എത്രത്തോളം ഞാൻ രാജാവാണ്? യാ മേക്ക് ദേഹ അഭിമാൻമേ വ്യർത്ഥ സങ്കല്പ ചലത്തെ. അതോ മനസ്സിൽ ഞാൻ എന്ന ദേഹാഭിമാനത്തിൻ്റെ വ്യർത്ഥ സങ്കല്പങ്ങളാണ് ഉണ്ടാവുന്നത്. സ്വക്കെ ബദലെ പറുക്കോ ദേഖ്തേ സോച്ചത്തെ. തന്നെ നോക്കുന്നതിന് പകരം അവരിവരെയും നോക്കുക, അവരിവരുടെയും കാര്യങ്ങളൊക്കെ കാണുക, നോക്കുക, പറയുക, ചിന്തിക്കുക. ये ज्ञान सागर बाप के ज्ञान के खजाने का मनन करते हैं. അങ്ങനെയാണോ ചെയ്യുന്നത്? അതോ ജ്ഞാനസാഗരനായിട്ടുള്ള ബാബയുടെ ജ്ഞാനത്തിൻ്റെ ഖജനാവിനെ മനനം ചെയ്യുകയാണോ? മനക്കെ മനസ്സിലെ സങ്കല്പങ്ങൾ ബാബടുത്ത് കിട്ടിയ എല്ലാ പ്രാപ്തികളിലും മുഴുകിയിരിക്കുകയാണോ? എല്ലാ പ്രാപ്തികളുടെയും ഖജനാവ് അതിൽ മുഴുകിയിരിക്കുന്ന ഒരു അടയാളെന്താ? അളവറ്റ സന്തോഷം അനുഭവിക്കും. അങ്ങനെ അളവറ്റ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. മനസ്സിൻ്റെ രാജാവാണോ? രാജാവാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. ബാബടുത്ത് കിട്ടിയ പ്രാപ്തികളുടെ ഓർമ്മയുണ്ടാവും, അല്ലേ? ഞാൻ എന്ന് പറയുന്നത് വരും ബാബ എന്ന് പറയും. നിമിത്തം എന്ന വിചാരം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, मन के संकल्प पॉजिटिव चलते या नेगेटिव चलते. എൻ്റെ മനസ്സിലെ വിചാരങ്ങൾ
അല്ലേ? അവരിവരൊന്നും നോക്കുന്നില്ലല്ലോ എന്ന് രണ്ടാമത്തെ പോയിന്റിൽ നോക്കാൻ പറയും. ഇപ്പോൾ പറയുന്നത് പോസിറ്റീവായിട്ടാണോ ഉള്ളത് അതോ നെഗറ്റീവാണോ? എന്തെങ്കിലും നെഗറ്റീവ് കണ്ടാലും അതിനെ പോസിറ്റീവായിട്ട് പരിവർത്തനപ്പെടുത്തുന്നുണ്ടോ? हर प्रकार के नेगेटिव पॉइंट्स को परिवर्तन कर पॉസിറ്റീവ് സോച്ചോ. നെഗറ്റീവ് ഉണ്ട്, കലിയുഗമല്ലേ. ഏത് നെഗറ്റീവ് ആണെങ്കിലും അതിനെ പോസിറ്റീവാക്കി മാറ്റൂ, പരിവർത്തനപ്പെടുത്തും. നിങ്ങൾക്ക് ആ പവർ ഉണ്ട്, അത് ഉപയോഗിക്കൂ. ജിतना जितना പോസിറ്റീവ് സോച്ചെങ്കിൽ ഉतना मन की ശുദ്ധി होती जाएगी. എത്രത്തോളം നിങ്ങളുടെ വിചാരങ്ങളെ നിങ്ങൾ പോസിറ്റീവാക്കുന്നോ അത്രത്തോളം മനസ്സ് ശുദ്ധമാകും. ഏകാഗ്രത ബടേഗി, ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യും. പോസിറ്റീവ് മേ ബി സ്വകാ ചിന്തൻ വിശേഷ് കർണ. പോസിറ്റീവ് ആയിരിക്കണം, പിന്നെ സ്വചിന്തനയായിരിക്കണം. മറ്റുള്ളവരുടെ പോസിറ്റീവ് കാണണം, നമ്മുടെയും പോസിറ്റീവ് കാണണം. നമ്മളെ പ്രതി നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം, അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. പർക്കോ ദേക്കിനേക്ക് ബദലി സോക്കോ ദേക്കോ. അപരനെ അന്യനെ കാണുന്നതിന് പകരം തന്നെ കാണും. നാലാമത്തെ പോയിന്റ്, आप यह कभी नहीं सोचो कि मैं सेवादारी हूँ परंतु आप ഈശ്വരീയ സേവാദാരി ഹെ. ദാദി പറയണ, ഞാൻ സേവാദാരിയാന്ന് പോലും വിചാരിക്കേണ്ട, ഞാൻ ഈശ്വരീയ സേവാദാരിയാണ് എന്ന് വിചാരിക്കും എപ്പോഴും. तो हमारा हर संकल्प, हर बोल, हर कर्म कदम सेवा में है या ഈശ്വരീയ സേവാ में है. ഞാൻ ഈശ്വരീയ സേവാദാരിയാണല്ലോ. അപ്പം എൻ്റെ ഓരോ വാക്കും ഓരോ ചുവടും ഓരോ വിചാരവും സേവാപ്രതിയാണോ അതോ ഈശ്വരീയ സേവാപ്രതിയാണോ? അല്ലേ, നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷേ ഈശ്വര സേവയാണോ ചെയ്യണത്? यदि मैं सेवा में हूँ तो भी कहीं देह अभिमान या മേപ്പൻ ആ सकता है. സേവനം എന്ന ഭാവമാണെങ്കിൽ പോലും ഇടയ്ക്ക് ഞാനെന്ന ഭാവം വരാൻ സാധ്യതയുണ്ട്. ലേക്കിൻ മേ ഹൂ ഹി ഈശ്വരീയ സേവാപ്പർ. ഞാൻ ഈശ്വരീയ സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ആത്മാവാണ്. എൻ്റെ എല്ലാ കർമ്മ കണക്കുകളും ബാബയുടെ ദർബാറിൽ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നോ അവിടെയാണ് പോണത്, മായയുടെ കണക്കിലല്ല, അക്കൗണ്ടിലല്ല. तो हर एक अपना ഈശ്വരീയ ഖാത്ത ചെക്ക് കറോ. അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളുടെ ഈശ്വരീയ അക്കൗണ്ടിനെ പരിശോധിക്കും. അഞ്ചാമത്തെ പോയിന്റ്, बाप को प्रत्यक्ष करने के लिए हमें स्वयं में क्या धारण करनी है. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഇന്ന് ഈ മാസത്തെ ലെറ്ററിലും ദീദി പറഞ്ഞ എന്താണ്? ബാബയെ പ്രത്യക്ഷമാക്കണം. സോ ബാബയെ പ്രത്യക്ഷമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ഗുണമാണ് നമ്മൾ ധാരണ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ധാരണ ചെയ്യേണ്ടത്? ബാബ പറയാറുണ്ട്, മക്കളെ, നിങ്ങളുടെ സങ്കല്പം, വാക്ക്, നിങ്ങളുടെ മുഖം എല്ലാം ബാബയെ പ്രത്യക്ഷമാക്കത്തക്കതായിരിക്കണം. വഹ ബഹുത് ബഡി ജിമ്മേവാരി ബാബനെ ഹം സബ്കോ ദീ ഹെ. ഇല്ല, നമ്മുടെ സങ്കല്പം പോലും മുഖം പോലും വാക്ക് പോലും ബാബയെ പ്രത്യക്ഷത്തക്കതാക്കുക എന്ന വളരെ വലിയ ഉത്തരവാദിത്വമാണ് ബാബ കുട്ടികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് അച്ഛനെ പ്രത്യക്ഷമാക്കണം, അല്ലേ? സൺ ഷോസ് ഫാദർ. അതിനായി നിങ്ങൾ നിങ്ങളെ പരിശോധിക്കൂ. ഞാൻ ബാബയ്ക്ക് സമാനം സമ്പന്നമായി കഴിഞ്ഞോ? ബാബയ്ക്ക് സമാനം സമ്പന്നമാകാൻ ചെന്നർത്ഥം എല്ലാ വിഘ്നങ്ങൾക്കും ഉപരി നിർവിഘ്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? പരീക്ഷകൾ വരും, പ്രശ്നങ്ങൾ വരും, അത് നമുക്ക് തടസ്സമായിരിക്കരുത്. നമ്മൾ പുരുഷാർത്ഥത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അതിനെയൊക്കെ നമുക്ക് ഉയരാനുള്ള മാധ്യമമാക്കി മാറ്റണം. സമ്പൻ ബന്നെ का अर्थ है कि സർവ കമിയോ കംജോരിയോ കോ സമാപ്ത് കർണ. അതുകൊണ്ട് സമ്പന്നമാകാൻ ചേർത്ത് എന്താ? ചെറിയൊരു കുറവുണ്ടെങ്കിൽ സമ്പന്നെന്ന് പറയില്ലല്ലോ. എല്ലാ കുറ്റങ്ങളും കുറവുകളും സമാപ്തമായി ആക്കുക, അപ്പോഴേ സമ്പന്നം എന്ന് പറയുള്ളൂ. ആറാമത്തെ പോയിന്റ് ദാദി പറയാണ്, जैसे पढ़ाई में परीक्षा के दिन होते भी तो होशियार स्टूडेंट का लक्ष्य होता कि मुझे फर्स्ट डिवीजन में पास होना है. പഠിത്തത്തിൽ അങ്ങനെയല്ലേ? പഠിത്തത്തിൽ പരീക്ഷയുടെ അടുത്തെത്തുമ്പോഴേക്കും ഹോഷിയാറായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താ ചിന്തിക്കുക? എനിക്ക് എല്ലാ സബ്ജക്റ്റിലും A+ വാങ്ങണം, അല്ലേ? പാസ് വിത്ത് ഹോണർ ബന്ന, പാസ് വിത്ത് ഹോണർ ആകണം എന്ന്. അല്ല, ഇന്നത്തെ മുറിയിൽ ബാബ റെസ്പെക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് റെസ്പെക്റ്റോടെ പാസ്സാവണം. जब हम पास विथ हॉनर हो तब तो धर्मराज की सजाओं से मुक्त हो. പാസ് വിത്ത് ഹോണർ ആകാൻ ചേർത്ത് എന്താ? ധർമ്മരാജൻ്റെ ശിക്ഷയിൽ നിന്ന് മുക്തമാകുക. തോറ്റവർക്കല്ല ശിക്ഷ, ജയിച്ചവർക്ക് ശിക്ഷയില്ലല്ലോ. ധർമ്മരാജ് ബാബ ഹമാര സ്വാഗത് കറ. അതുകൊണ്ടാണ് റെസ്പെക്റ്റോടെ പാസ്സാകണം എന്ന് പറഞ്ഞത്. ധർമ്മരാജനായിട്ടുള്ള ബാബ നമ്മളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യണം. ബാബ ഹമേ അപ്പനി ഭുജാവോं का
ഭുജാമോസെ വെൽക്കം കറേ. ബാബ പറയാറുണ്ട്, അല്ല കഴിഞ്ഞ ഈ ശിവരാത്രിക്ക് ബാബ വന്നപ്പോഴും പറഞ്ഞു, ഞാൻ കുട്ടികളുടെ കഴുത്തിൽ എൻ്റെ കൈ തന്നെ മാലയായിട്ട് ഇടുകയാണ്. എന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു ബാബ നമ്മുടെ കഴുത്തിൽ ബാബയുടെ കൈയാകുന്ന മാല ഇടുന്നത്. അങ്ങനെ ബാബ നമ്മളെ സ്വീകരിക്കണം. ബാബ കഹേ ഓ മേരെ സമാൻ ബച്ചെ ആവോ. നമ്മളിവിടെ തിരിച്ചു പോകുമ്പോൾ ബാബ നമ്മളെ വളരെ സ്നേഹത്തോടെ എനിക്ക് സമാനമായ എൻ്റെ സന്താനമേ വന്നാലും എന്ന് നമ്മളെ ക്ഷണിക്കണം. ബാബയ്ക്ക് സമാൻ കി ഹമേ മാർക്സ് മില്ലേ. ബാബ വാങ്ങിയ അത്ര തന്നെ മാർക്ക് നമുക്കും കിട്ടണം, സമാനമായിട്ട് നമുക്ക് മാർക്ക് കിട്ടണം. 7ാമത്തെ പോയിന്റ്, हर एक अपने आप को इतनी ऊंची दृष्टि से देखो कि बरोर हम ऊपर में बाबा के साथ फरिश्ते की दुनिया में उड़ रहे हैं. ദാദി പറയണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉയർന്ന ദൃഷ്ടിയിൽ കാണും. എപ്പോഴും സൂക്ഷ്മവതനത്തിൽ ബാബയുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറന്നു നടക്കുന്നുണ്ടോ ഞാൻ, അങ്ങനെയാണോ ഞാൻ എന്ന് നോക്കൂ. नीचे में आकर व्यक्तियों को देख व्यक्तित्व में अपना समय शक्ति खर्चा नहीं करो. താഴെ നോക്കിയിട്ട് താഴെയുള്ള ആൾക്കാരുടെ വ്യക്തികളിലായിക്കോട്ടെ വ്യക്തിത്വത്തിലായിക്കോട്ടെ അവരുടെ സ്വഭാവത്തിലായിക്കോട്ടെ അതെല്ലാം കണ്ട് ചിന്തിച്ച് വർണ്ണിച്ച് അതിലങ്ങ് ലോസ്റ്റായി നിങ്ങളുടെ വിലപ്പെട്ട ഈ സംഗമയുഗത്തിൻ്റെ അമൂല്യമായിട്ടുള്ള സമയം പാഴാക്കി കളയരുത്. വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്ഥിതി ആണിത്. എപ്പോഴും ബാബ്ദാദയുടെ കൈപിടിച്ച് സൂക്ഷ്മലോകത്തിൽ പറന്ന് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യണം. ചലഞ്ച് ബാബാനെ ഹമേ ദി ഹെ. ആ ചാലഞ്ച് ബാബ നമുക്ക് തന്നിരിക്കുകയാണ്. कोई भी बात व्यक्त में आकर करेंगे तो जैसे पत्थर तोड़ेंगे. വ്യക്തഭാവത്തിലോട്ട് നമ്മൾ കർമ്മം ചെയ്താൽ എന്താണ്, കല്ല് പൊട്ടിക്കുന്നത് പോലെയാണ്. लेकिन ऊपर में उड़ जाओ तो सभी बातें सहजी क्रॉस हो जाएंगे. മുകളിൽ പറക്കണവർക്ക് താഴത്തെ പ്രശ്നങ്ങളൊന്നും അവരൊന്നും ബാധിക്കില്ലല്ലോ. സഹജമായിട്ട് എല്ലാം തരണം ചെയ്ത് പോകാൻ പറ്റും. എല്ലാറ്റിനും നിവാരണം കണ്ടെത്താൻ സാധിക്കും. 8ാമത്തെ പോയിന്റ്. അതുകൊണ്ട് ഇവിടുത്തെ ആളാവണ്ട, ഇവിടെ വരണ്ട, ഇവിടെ ലോസ്റ്റ് ആവണ്ട. സൂക്ഷ്മത്തിൽ ബാബയുടെ കൂടെ ശിവബാബയുണ്ട്. ബാബ്ദാദയുടെ കൈകോർത്ത് പിടിച്ച് പറന്ന് നടക്കാൻ പറയാണ്. ഇവിടുത്തെ വ്യക്തിയും നോക്കണ്ട, വ്യക്തിത്വം നോക്കണ്ട, പ്രശ്നങ്ങളെയും പരീക്ഷകളും ഒന്നും നോക്കണ്ട. നമ്മൾ അവിടെയാണെന്ന് വിചാരിക്കുമ്പം ഇതൊക്കെ തന്നെ അത്ര പവറുണ്ട് ആ സ്റ്റേജിന്, തന്നെ ഇതൊക്കെ ഇല്ലാണ്ടാവും. പർവ്വതം പോലുള്ളത് കടുകുമണി പോലെയായിട്ട് അങ്ങ് ഉരുണ്ട് എങ്ങോട്ടോ പൊക്കോളൂ. നാച്ചുറലി നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല. 8ാമത്തെ പോയിന്റ്, കിतना भी टाइम साइलेंस में बैठो उतना समय गहरा अनुभव करो. എത്ര നേരം നിങ്ങൾ സൈലൻ്റായിട്ട് യോഗ ചെയ്യിക്കണം അത്രത്തോളം ഡീപ്പായിട്ട് അനുഭവിക്കും. സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ ചിന്തിക്കുകയാണെങ്കിലോ അല്ലേ, ഡീപ്പായിട്ട് അനുഭവിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സൈലൻ്റായിട്ട് ഇരിക്കും. ഓക്കെ, എന്താ ഡീപ്പായിട്ട് അനുഭവിക്കേണ്ടത്? ഞാൻ ദേഹത്തിനുപരിയായിട്ട് അങ്ങ് പറക്കുകയാണ്. ബാബ്ദാദയുടെ കൂടെ കമ്പൈൻഡായിട്ടിരിക്കാം. സൂക്ഷ്മോദനത്തിൽ കൈകോർത്ത് പിടിച്ച് പറന്ന് നടക്കാം. उड़ गए हैं. उड़ना माना विदेही बन फरिश्तों की दुनिया में पहुंच जाना. ഇരുന്ന ഉടനെ തന്നെ അങ്ങ് പറന്നു. പറക്കാൻ ചേർത്തെന്താ, ഫരിസ്തകളുടെ ലോകത്തിൽ, മാലാഖകളുടെ ലോകത്തിൽ എത്തണം. അവിടെ മാലാഖകളുടെ ചക്രവർത്തിയായിട്ടുള്ള ബാബയുണ്ട് അല്ലെ. ബാബ്ദാദയിൽ നിന്ന് ദൃഷ്ടി വാങ്ങാം, സിരസിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് ചിന്തിക്കാം. जितना लाइट बन लाइट की दुनिया में फरिश्ते स्थिति में रहने का अभ्यास करेंगे. എത്രത്തോളം നിങ്ങൾ ലൈറ്റായിട്ട്, ഈ ദേഹമല്ല, പ്രകാശദേഹം, അതാണ് ഞാൻ. അത് എൻ്റെ ദേഹം, അത് ഞാനല്ല, ഞാൻ ആത്മാവാണ്. എന്നിട്ട് ആ പ്രകാശദേഹത്തിനുള്ളിരിക്കുന്ന ആത്മാവ്, അതാണ് ഞാൻ എന്ന് മനസ്സിലാക്കി ലൈറ്റായിട്ട് മാറിയിട്ട് ഫരിസ്ത സ്ഥിതി അഭ്യസിക്കുന്നു. അത്രത്തോളം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാനെന്ന ഭാവം ഇല്ലാണ്ടാവും. और जितना यह अभ्यास करेंगे उतना जो भी कोई कमजोरी होगी, अपवित्रता का संस्कार आदि जो भी कुछ है वह सब खत्म हो जाएंगे. ഇത് എത്രത്തോളം നിങ്ങൾ അഭ്യസിക്കുന്നുണ്ടോ, ഞാൻ ലൈറ്റാണ് മനസ്സിലായിട്ട് ലൈറ്റിൻ്റെ ലോകത്തിലാണ്. അപ്പോൾ നാച്ചുറലി നമ്മുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ഇല്ലാണ്ടാവും. ഈ ദേഹവും ഈ ലോകവും ഇവിടുത്തെ വിഷയങ്ങളും ഒക്കെ ആകുമ്പോഴാണ് ഈ ദൗർബല്യങ്ങൾ വരുന്നത്. അവിടെയാണെങ്കിൽ എല്ലാ ദൗർബല്യങ്ങളും താനേ ഇല്ലാണ്ടാവും. 9ാമത്തെ പോയിന്റ്, कभी सबको यही शुभ संकल्प करना है कि मुझे बाबा के समान संपन्न फरिश्ता बनना है. ദാദി പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു സങ്കല്പം ചെയ്യേണ്ടത്. കുറച്ച് പോയിൻറ്റ്സ് ദാദി പറയുന്നുണ്ട്. ആദ്യത്തേത്, എനിക്ക് ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായിട്ടുള്ള ഫരിസ്തയാകണം. രണ്ടാമത്, हमें इस विश्व की स्टेज पर
अपना चलन चेहरे संकल्प बोल से बाबा को प्रत्यक्ष करना है. എനിക്ക് ഈ വിശ്വമാകുന്ന സ്റ്റേജിൽ അല്ലേ ബാബയെ പ്രത്യക്ഷമാക്കണമല്ലോ. എങ്ങനെ ആക്കണ്ടേ? നമ്മുടെ സങ്കല്പം, സംസാരം, മുഖഭാവം, നടത്തം എല്ലാത്തിൽ കൂടി എനിക്ക് ബാബയെ പ്രത്യക്ഷമാക്കണം. അല്ലേ, ബാബ എന്താണോ എങ്ങനെയുള്ളതാണോ എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം. എന്നിലൂടെ അവർക്ക് എന്നെ കണ്ടാൽ തന്നെ അവർക്ക് എൻ്റെ സ്വഭാവം കണ്ടാൽ തന്നെ ബാബയുടെ പരിചയം അവർക്ക് കിട്ടണം. हमारा वाइब्रेशन ऐसे हो जो सभी कहे कि आप धन्य है. നമ്മുടെ അടുത്ത് വരുന്ന വൈബ്രേഷൻസ് അങ്ങനെയുള്ളതായിരിക്കണം. എല്ലാവരും പറയണം ധന്യമാണ് നിങ്ങൾ എന്ന്. ആപ്പ് ലോകോങ്കോ ഭഗവാൻ നെ ഹി പഠായ. നമ്മളെ കണ്ടവർ പറയണം നിങ്ങളെ പഠിപ്പിച്ചത് ഈശ്വരൻ തന്നെയാണ് എന്ന്. ഇപ്പോഴും ഭഗവാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണം. യഹ സംസ്ഥ ദേഹധാര്യം കി നഹി ഹെ. നമ്മളെല്ലാവരും അങ്ങനെ ആകുമ്പോൾ ആൾക്കാരെന്ന് പറയും ഇവരൊരാളല്ല എല്ലാവരും. അപ്പോൾ ഈ സംഘടന തന്നെ ദേഹധാരികളുടെ സംഘടനയല്ല. ഈ സംസ്ഥ ഗുരു ചേലോങ്കി നഹി ഹെ. ഈ സംഘടന ഗുരു ശിഷ്യന്മാരുടെ സംഘടനയല്ല. परंतु सभी ब्रह्मा कुमार ब्रह्मा कुमारियाँ परमात्मा से पढ़ाई पढ़ के परमात्म प्यार में लवलीन होने वाले हैं. എല്ലാ ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിയും പരമാത്മാവെന്ന് പാഠം പഠിച്ചിട്ട് പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവരാണ് എന്നൊരു ഫീൽ ചെയ്യണം. 10ാമത്തെ പോയിന്റ്, हमें बहुत नशा है कि हम इस संगम पर कितने लकी हैं. നമുക്കെല്ലാവർക്കും എന്ത് ലഹരിയാണ്. സംഗമത്തിൽ നമ്മൾ എത്ര ലക്കിയാണ്. കിത്നെ മഹാൻ ഭാഗ്യവാൻ ഹെ. എത്ര നോക്കി ലോകത്തിലെ ആൾക്കാരുടെ ജീവിതം എന്താ, നമ്മുടെ ജീവിതം എന്താ. അവർ മുന്നിൽ ഒരു ലക്ഷ്യമില്ല. മൃഗങ്ങളും പക്ഷികളും എത്രയോ കോടാനുകൂടി ആൾക്കാരും ഒക്കെ ജീവിക്കുന്ന പോലെ നമ്മളും ജനിച്ചു, കഴിക്കാൻ വേണ്ടി സമ്പാദിക്കണം, കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, വളർത്തണം, വലുതാക്കണം, അവസാനം ചത്തുപോകണം. അതേ ഉള്ളൂ ഒരു മുന്നിൽ. നമ്മളങ്ങനെയാണോ? എത്ര മഹാൻ ഭാഗ്യശാലികളാണ് നമ്മൾ. വരദാദാ ബാപ്പിനെ ഹമേ സർവ്വ വരദാനോസെ ഭർപൂർ കിയ. വരദാതാവായിട്ടുള്ള അച്ഛൻ എല്ലാ വരദാനങ്ങൾ കൊണ്ടും നമ്മളെ നിറച്ചിരിക്കുകയാണ്. ലോകത്തിലെ ആൾക്കാർ ഭഗവാനോട് കൃപ ചോദിക്കുകയാണ്. തെറ്റ് ചെയ്യണ കാരണമല്ലേ കൃപ ചെയ്യേണ്ടി വരുന്നത്. ആ തെറ്റെന്താന്ന് പോലും അറിഞ്ഞുകൂടാ പാവം. അല്ല, കാമക്രോധ ലോഭം മോഹ അഹങ്കാരമാണ് തെറ്റ് എന്നറിഞ്ഞുകൂടാ. അതാണ് ആത്മാവിൻ്റെ ശത്രു. അതിനെ ജയിക്കേണ്ടതാണ്. അതിനടിമയായിട്ട് അതിൻ്റെ ദാസനായിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടക്കാനുള്ളതല്ല എന്നുപോലും പാവം അറിഞ്ഞുകൂടാ. അവർ കൃപ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമേ തോ പൽ പൽ കദം കദം പർ ബാബ വരദാനോസെ ഭർപൂർ കർ രഹേ ഹെ. നമ്മളാണെങ്കിൽ ബാബ ഓരോ ചുവടിലും ഓരോ സെക്കൻഡിലും വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. ആർക്കാ വരദാനം കിട്ടുക? അനുസരണ കുട്ടികൾക്കല്ലേ വരദാനം കിട്ടുക. അപ്പോൾ നമ്മൾ ബാബയെ അനുസരിക്കുന്നവരാണ്, ബാബയെ തൃപ്തിപ്പെടുത്തുന്നവരാണ്. തൃപ്തിയാകുമ്പോൾ വരം തരും. ബാബയുടെ സേവ ചെയ്യുന്നവരല്ലേ, നമ്മൾ ആരെങ്കിലും സേവ ചെയ്തവർ വരം തരും. ബാബയുടെ സേവ ചെയ്യുന്ന കുട്ടികൾക്ക് വരദാനം കിട്ടും. അങ്ങനെ ഓരോ ചുവടിലും ഓരോ സെക്കൻഡിലും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. അവരെവിടെയാ? ഇപ്പോഴും അവർ കരുണ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തോ ക്യാ യഹ ദിൽ മേ നഹി ആത്താ കി ഹം തോ ഏസാ ഭർപൂർ ബൻ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ? അത്രത്തോളം നിറഞ്ഞവരായി മാറിയിട്ട് പരമാനന്ദം അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നില്ലേ? ഹം പ്രഭുക്ക് അർപ്പൺ ഹേ. ഞാൻ പ്രഭുവിൻ്റെ മുന്നിൽ സമർപ്പണമാണ്. കൊയ് പൂച്ചേ തോ ഹം ഛാത്തി പർ ഹാത്ത് റക്കർ കേത്തെ ഹേ. ആരും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയാറുണ്ട് എനിക്ക് പരമാത്മാനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്, അല്ലേ? ഹൃദയത്തിൽ കൈവച്ചിട്ട് നുണ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പറയാറുണ്ട് എനിക്ക് പരമാത്മാനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 11th പോയിൻ്റാണ്, മായയ്ക്ക് ശക്തി രാവൺ കാ രാജ്യ അബ് പൂരാ ഹുവ. മായയുടെ ശക്തി രാവണരാജ്യം ഇതപ്പോൾ തീരാറായി. അബ് ഉസ്കി വിദായി കരുതോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആദ്യം വിട പറയാം, പിന്നെ ലോകത്തിന് പൊക്കോളും. ആദ്യം നമ്മുടെ ജീവിതത്തിന് ഇതിന് വിട പറയാം. अंत में उसे मुँह झुका के ही जाना है. ലാസ്റ്റിൽ മായയ്ക്ക് ആരൊക്കെയാണോ മായയെ പിടിച്ച് ഹൃദയത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് തല കുനിഞ്ഞിട്ടല്ലേ അവർക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. തല കുനിഞ്ഞിട്ട് വേണം ഇവിടുന്ന് മടങ്ങാൻ. അഭി തുമേ ജിतना सामना करना है कर लो, मैं तुम्हें पाँव से टुकराने वाला हूँ. നീ എന്തൊക്കെ അടവെടുത്തിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നാലും ഞാൻ നിന്നെ കാലോട് തൊഴിപ്പിച്ച് ദൂരെ തെറിപ്പിക്കാൻ പോവുകയാണ് എന്ന് മായയോട് നിങ്ങൾ പറയൂ. അത്രത്തോളം നിങ്ങളുടെ കണ്ണ് ഷാർപ്പായിരിക്കണം. ഈ കണ്ണിൽ അത്രത്തോളം ബാബ ശക്തി നിറച്ച് വെച്ചിട്ടുണ്ട്.
ബാബയിൽ നിന്ന് അല്ലാണ്ട് വേറെ എവിടേക്കും ഒന്നിലേക്കും നമ്മുടെ കണ്ണ് ആകർഷിക്കപ്പെടില്ല. അല്ലെ, പവറുണ്ട്. ദൗർബല്യമുള്ളവരുടെ കണ്ണാണ് ടെംപ്ടേഷൻ അവിടെ ഇവിടെയൊക്കെ അലയുന്നത്. കോയി കബി കേത്ത ജന ദൃഷ്ടി ചഞ്ചൽ ഹോത്തി ഹെ. ചിലർ പറയണ്ട എൻ്റെ ദൃഷ്ടി ലേശം ചഞ്ചലാവാറുണ്ട് എന്ന്. അപ്പോൾ ദാദി പറയണ, ബാബ ഓർമ്മിക്കൂ, ഭഗവാൻ വാച്ച്, എൻ്റെ കണ്ണിൽ ലയിച്ചിരിക്കുന്നവരെ ആർക്കും ആകർഷിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണിൽ ഉണ്ണികളുടെ മേലെ കൈവയ്ക്കാൻ ആർക്കും ധൈര്യമില്ല. തോ ബോലോ ഹേ പാണ്ഡവ് ഇറ്റ്നി ശക്തി സെ ഭർപൂർ ഹേ. അപ്പോൾ ദാദി ചോദിക്കണേ, ഹേ പാണ്ഡവന്മാരെ, നമ്മളൊക്കെ പാണ്ഡവന്മാരാണല്ലോ, റൈറ്റായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവരാണ്. ആണ് പാണ്ഡവൻ. അത്ര ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അത്ര ശക്തിയുണ്ടോ? നിഹാൽ ഹോ ഹേ, നമ്മൾ ബാബയുടെ കണ്ണിലുണ്ണികളായി കഴിഞ്ഞോ? ബാബയ്ക്ക് നജ്റോമേ ഹം ഹേ, ബാബയുടെ കണ്ണിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഹമാരി നജ്റോമേ തും ഹോ. അല്ലെ, ബാബയുടെ കണ്ണിൽ നമ്മളിരിക്കണമെങ്കിൽ നമ്മുടെ കണ്ണിൽ ബാബ മാത്രമായിരിക്കണം. ചാഹെ കഹാംബി രഹേ, എവിടെയാണെങ്കിലും, ഓഫീസിലോ വീട്ടിലോ സെൻറ്ററിലോ മധുബനിലോ അമേരിക്കയിലോ റഷ്യയിലോ എവിടെയാണെങ്കിലും, കിധർ ബി രഹേ കുച്ച് ബി മില്ലേ, എന്ത് കിട്ടിയാലും ശരി, കുച്ച് ബി ഖായേ, എന്ത് കഴിച്ചാലും ശരി, ഏസി അപ്പനി നിഹാൽ സ്ഥിതി ഹോ, നമ്മുടെ സ്ഥിതി ബാബയുടെ കണ്ണിൻ്റെ ഉള്ളിലാണ് എന്നതായിരിക്കണം. അച്ഛാ, ഓം ശാന്തി. അപ്പോൾ എന്താണ് ദാദി നമ്മളോട് പറഞ്ഞത്? ലൈറ്റിൻ്റെ ലോകത്തിൽ ലോസ്റ്റായിട്ടിരിക്കാൻ അഭ്യസിക്കണം. അങ്ങനെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കണം. ഓം ശാന്തി. 8-ാം തീയതി ഞായറാഴ്ച ബാബ മിലനത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ ടേണാണ്, നമ്മുടെ സോണിൻ്റെ ടേണാണ്. കോട്ടയത്തു നിന്നും, കോട്ടയം കണക്ഷൻ സെൻറ്റേഴ്സിൽ നിന്നും എല്ലാവിടെ നിന്നും നിരവധി ബാബയുടെ കുട്ടികൾ മധുബനിലേക്ക് വന്നിട്ടുണ്ട്, മുതലിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം 5 മണി തൊട്ടിട്ട് ബാബ മിലനത്തിൻ്റെ യോഗ, സൂരജ് ഭായ് യോഗ ചെയ്യിപ്പിക്കും. മിലനമുണ്ട്, സംഗംയുഗം. ഇനി ഇതും എത്ര കാലം കിട്ടുന്ന ആര് കണ്ടു അല്ലേ? അതുകൊണ്ട് ഈ സംഗംയുഗത്തിലെ ഓരോ പ്രാപ്തി ഒന്നും നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. എല്ലാ പ്രാപ്തിയുടെയും നേട്ടമെടുക്കണം. ഓം ശാന്തി. ബാബയെ സ്മരിക്കാം. जो प्यार मिला मुझे तुमसे, जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुख से। जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुख से। ये दिल जानता है बाबा, दिखता है जो नैनों के नूर से। जो प्यार मिला मुझे तुमसे, मुझको इतना सम्मान दिया मेरे लाडले
सांसों में समाए हो बाबा, भूल सकते नहीं तुम्हें भूल से। जो प्यार मिला मुझे तुमसे, तन है यहाँ मेरा मन है वतन, उड़ता हूँ मैं अब बाबा के संग। तन है यहाँ मेरा मन है वतन, उड़ता हूँ मैं अब बाबा के संग। प्रभु प्रेम की इन किरणों से गद गद हो रहा है अंग अंग। अब पैर जमीन पे नहीं रहते, जब छूटा माया के चंगुल से। जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुख से। ये दिल जानता है बाबा, दिखता है जो नैनों के नूर से। जो प्यार मिला मुझे तुमसे।